എല്ലാവർക്കും നമസ്കാരം. സൈക്കോളജി ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിലെ പ്ലാനിംഗ്, അറ്റൻഷൻ ആൻഡ് സൈമിൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സിംഗ് മോഡൽ ഓഫ് ഇന്റലിജൻസ്, ഷോർട്ട് ഫോമിൽ പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. PASS, പ്ലാനിംഗ്, അറ്റൻഷൻ ആൻഡ് സൈമിൾട്ടേനിയസ് സക്സസീവ് മോഡൽ ഓഫ് ഇന്റലിജൻസ്. പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് JP ദാസ്, കിർബി, ജർമാൻ എന്ന് പറയുന്ന 3 പേർ ചേർന്നാണ് 1975. അതിനുശേഷം 1994 ദാസ്, JP ദാസ്, ജാക്ക് നഗ്ലിയേരി, കിർബി എന്നീ 3 പേർ ചേർന്ന് ഇതിനെ ഇലാബറേറ്റ് ചെയ്യുകയുണ്ടായി. ഈ ഇലാബറേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. അതായത് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസിന്റെ 1994 JP ദാസും ജാക്ക് നഗ്ലിയേരിയും കിർബിയും ചേർന്ന് മുൻപോട്ട് വെച്ച ഇന്റലിജൻസ് തിയറിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്റലിജൻസിന്റെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിന്റെ കീഴിൽ വരുന്ന 2 തിയറികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഹൊവാർഡ് ഗാർഡനർ എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനുശേഷം രണ്ടാമതായി നമ്മൾ റോബർട്ട് സ്റ്റേൺബർഗ് എന്ന മനഃശാസ്ത്രജ്ഞന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ചർച്ച ചെയ്തു. അതിനുശേഷം മൂന്നാമതായിട്ട് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ നമ്മൾ ചർച്ച ചെയ്തത് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് ആണ്. JP ദാസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ബ്രെയിനിൽ താഴെ പറയുന്ന 3 പ്രോസസ്സുകൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ടെന്നും ആ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ഇന്റലക്ച്വൽ ബിഹേവിയറിനെ തീരുമാനിക്കുന്നത്, ഇന്റലിജൻസിനെ തീരുമാനിക്കുന്നതുമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. ഈ 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അറൗസൽ അല്ലെങ്കിൽ അറ്റൻഷൻ. അറൗസലിനെയും അറ്റൻഷനെയും തീരുമാനിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റുകൾ. രണ്ടാമതായിട്ട് പ്രോസസ്സിങ്ങിനെ, 2 തരം പ്രോസസ്സിംഗ് ഉണ്ട്, സൈമിൾട്ടേനിയസ് പ്രോസസ്സിങ്ങും സക്സസീവ് പ്രോസസ്സിങ്ങും. പ്രോസസ്സിങ്ങിനെ തീരുമാനിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റുകൾ, ബ്രെയിനിലെ ഫങ്ഷണൽ യൂണിറ്റുകൾ. മൂന്നാമതായിട്ട് പ്ലാനിങ്ങിനെ തീരുമാനിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റുകൾ. 3 യൂണിറ്റുകളെ കുറിച്ചാണ്, 3 ഫങ്ഷണൽ യൂണിറ്റുകളെ കുറിച്ചാണ് ദാസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ന്യൂറോളജിക്കൽ മോഡൽ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് കൂടി പറയാം. ദോസ് ഫങ്ഷണൽ യൂണിറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ അറൗസൽ ആൻഡ് അറ്റൻഷൻ, പ്രോസസ്സിംഗ്, സൈമിൾട്ടേനിയസ് ആൻഡ് സക്സസീവ് പ്രോസസ്സിംഗ് ആൻഡ് പ്ലാനിങ്. നമുക്കിത് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് ദാസും കൂട്ടിനും മുമ്പോട്ട് വയ്ക്കുന്നത് അറൗസൽ ഓർ അറ്റൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനാണ്. അറ്റൻഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സെൻസറി പ്രോസസ്സിനെ കുറിച്ചും അറ്റൻഷണൽ പ്രോസസ്സിനെ കുറിച്ചും പെർസെപ്ച്വൽ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമ്മളൊരു ചാപ്റ്ററിൽ വിശദമായിട്ട് കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയിട്ടുണ്ട്. അറൗസൽ ലീഡ്സ് ടു അറ്റൻഷൻ എന്നാണ് സാധാരണ പറയാറ്. അറൗസൽ എന്ന് പറയുന്നത് അറ്റൻഷനെ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അറൗസൽ ഈസ് ദ ബേസിക് ഓഫ് അവർ എനി ബിഹേവിയർ. ഏതൊരു അറ്റൻഷനിലൂടെ ലീഡ് ചെയ്യുന്ന ഏതൊരു ബിഹേവിയറിന്റെയും ബേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അറൗസൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അറ്റൻഡിങ് എ സ്റ്റിമുലൈ. നമുക്ക് ലഭിക്കുന്ന സ്റ്റിമുലസുകളെ അറ്റൻഡ് ചെയ്യുന്നതിന്, സ്റ്റിമുലസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് അറൗസൽ എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ എന്ന് പറയുന്നത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫോക്കസ് അറ്റൻഷൻ ഓൺ എ പർട്ടിക്കുലർ സ്റ്റിമുലസ്. ഈ ഓപ്റ്റിമൽ ലെവലിന് വളരെ താഴെ പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ടു ലിറ്റിൽ അറൗസൽ അല്ലെങ്കിൽ ടു ഹൈ അറൗസൽ എന്ന് പറയുന്നത് പലപ്പോഴും അറ്റൻഷനെ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മളിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഒരു ടീച്ചർ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ ഒരു ക്ലാസ് ടെസ്റ്റിനെ കുറിച്ച് ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ക്ലാസ് ടെസ്റ്റിനെ കുറിച്ച് ടീച്ചർ പറയുകയാണ്, ഇന്ന ദിവസം ഇന്ന ടോപ്പിക് ഇന്ന ചാപ്റ്ററിൽ ഇത്ര മാർക്കിന് ഒരു പരീക്ഷ നടത്തുന്നു, എല്ലാവരും തയ്യാറാവണം എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ, ഒരു കുട്ടിയിൽ സാധാരണ നടക്കുന്ന പ്രോസസ്സാണ് ഇത് പറഞ്ഞത് അറൗസ്ഡ് ആവുക, അതിൽ നമ്മൾ പ്രിപ്പയർഡ് ആവുന്ന ഒരു പ്രോസസ്സ്. ഈ സമയം ഈ അറൗസൽ എന്ന് പറയുന്നത് പലപ്പോഴും എന്തിനൊക്കെ ലീഡ് ചെയ്യും, നമ്മളുടെ അറ്റൻഷൻ
ഫോക്കസ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ അറ്റൻഷൻ ഫോക്കസ് ചെയ്ത് അതിനോട് ചുവട് പിടിച്ച് അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നടക്കുന്നു. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട കാര്യം ചിലപ്പോൾ ആലോചിക്കുന്നു, വായിക്കേണ്ട കാര്യം ആലോചിക്കുന്നു, വായിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്കാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നു, ഇനി പഠിച്ച ടോപ്പിക്കാണെങ്കിൽ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ആ പറയുന്ന അറൗസൽ ലീഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ലീഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിഗിനിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെക്കാനിസം ആണെന്ന് പറയുന്നത് അറൗസൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറൗസൽ അറ്റൻഷനിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു. ഈ രണ്ട് പ്രോസസ്സുകളും കൂടി ഒരുമിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റുകൾ ബ്രെയിനിലുണ്ടെന്നും അത്തരം ഫങ്ഷണൽ യൂണിറ്റുകളാണ് ഇന്റലിജൻസിനെ തീരുമാനിക്കുന്നതിൽ, ഇന്റലക്ച്വൽ ബിഹേവിയറിന്റെ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന ഇതാണ് ഇവർ മുമ്പോട്ട് വെച്ചുള്ള അപ്രോച്ചുകളിൽ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ഫങ്ഷണൽ യൂണിറ്റായിട്ട് ജെ പി ദാസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. പ്രോസസ്സിങ്ങിൽ രണ്ടുതരം പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്, ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഒന്ന് സൈമിൾട്ടേനിയസ് പ്രോസസ്സിങ്ങും, രണ്ട് സക്സസീവ് പ്രോസസ്സിങ്ങും. അപ്പോൾ ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ അറൗസലും അറ്റൻഷനും എങ്ങനെ പ്രോസസ്സിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അറൗസൽ, ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറൗസൽ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇങ്ങനെ ഫോക്കസ് ചെയ്യപ്പെടുന്ന അറ്റൻഷൻ പ്രോസസ്സിങ്ങിലേക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അവിടെ അവൈലബിൾ ആയ ഇൻഫർമേഷനെ പ്രോസസ്സിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇങ്ങനെ പ്രോസസ്സിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ അത് നമ്മുടെ നോളജ് ബേസിനെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അറിവിന്റെ ശേഖരണത്തിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു, ആ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ പ്രോസസ്സിംഗ് നടക്കുന്നത് രണ്ട് തരത്തിലാണെന്നാണ് ഇവരുടെ അഭിപ്രായം. ഒന്ന് സൈമിൾട്ടേനിയസ് പ്രോസസ്സിങ്ങും, രണ്ട് സക്സസീവ് പ്രോസസ്സിങ്ങും. അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്നും എന്താണ് സക്സസീവ് പ്രോസസ്സിംഗ് എന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കാം. സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭ്യമായുള്ള ലഭ്യമായുള്ള വ്യത്യസ്തങ്ങളായുള്ള കൺസെപ്റ്റുകളിൽ നിന്ന് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സിംഗ് ആണെന്ന് പറഞ്ഞത് സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി, അറിയാൻ വേണ്ടി, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടുന്ന ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, നമുക്ക് ലഭ്യമായുള്ള ലഭ്യമായുള്ള ഡാറ്റ എന്ത് ചെയ്യപ്പെടുന്നു, നമ്മൾ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സ് ചെയ്ത് അതിനെ മീനിങ് ഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിനെ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ഇന്റലിജൻസ് ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ വർഷം ഈ ചാപ്റ്ററിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ടെസ്റ്റിൻ്റെ പേര് സ്റ്റാൻഡേർഡ് പ്രോഗ്രസീവ് മാട്രിസസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റാവൻ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. ഇതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് മുകളിൽ കാണാവുന്നതാണ്. ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഒരു പിക്ചർ തന്നിരിക്കുന്നു. ആ പിക്ചറിൽ ഒരു ഭാഗം മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് പോർഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ട ടാസ്ക്. അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഏതാണ് അതിന്റെ താഴെ തന്നിരിക്കുന്ന 6 ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് 6 ഓപ്ഷൻസ് അതിന്റെ താഴെ തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് മിസ്സിംഗ് പോർഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ മിസ്സിംഗ് പോർഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന പ്രോസസ്സാണ് നമുക്ക് കാണാൻ പറ്റും. ഇന്നതാണെങ്കിലും മിസ്സിംഗ് പോർഷൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ മിസ്സിംഗ് പോർഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മൾ കടന്നു പോകുന്ന പ്രോസസ്സിനെയാണെന്ന് പറഞ്ഞത് സൈമിൾട്ടേനിയസ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ ലഭ്യമായുള്ള ഈ സ്റ്റിമുലസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആകെ പ്രോസസ് ചെയ്യപ്പെടുന്നു. ആകെ പ്രോസസ് ചെയ്യുന്നതിൽ അതിൽ നിന്ന് അവിടെ മിസ് ചെയ്തിരിക്കുന്ന പോർഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അത് സൈമിൾട്ടേനിയസ് പ്രോസസ്സിങ്ങിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സക്സസീവ് പ്രോസസ്സിംഗ് എന്താണെന്നുള്ളതാണ്. ഒന്ന് സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് പ്രോസസ് ചെയ്യാന്നുള്ളതാണ്. സക്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു ശേഷം ഒന്ന് എന്നുള്ള രീതിയിൽ പ്രോസസ് ചെയ്യുന്നതാണ് സക്സസീവ് എന്നായിട്ട് നമ്മൾ പറയുന്നത്. സക്സസീവ് പ്രോസസ്സിങ്ങിൽ ഇൻഫർമേഷൻ നമ്മൾ സീരിയലിയാണ് പ്രോസസ് ചെയ്യപ്പെടുന്നത്. തുടർച്ചയായിട്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഇൻഫർമേഷൻ, പിന്നത്തെ ഇൻഫർമേഷൻ, അങ്ങനെ ഒരു സീരിയൽ നേച്ചറിലാണ് നമ്മൾ ചെയ്യപ്പെടുന്നത് സക്സസീവ് പ്രോസസ്സിങ്ങിൽ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ പഠനങ്ങളിൽ ചില സവിശേഷതകൾ, ചില പഠനങ്ങൾ നമ്മൾ നടത്തുന്നത് സക്സസീവ് പ്രോസസ്സിങ്ങിലൂടെയാണ്.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് ഓർത്ത് വെച്ചിരിക്കുന്നത് ABCD എന്നുള്ള ആൽഫബറ്റ്സ് ഓർത്ത്, മലയാളം ആൽഫബറ്റ്സ് ആയാലും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയാലും നമ്മൾ അത് ഓർത്ത് വെച്ചിരിക്കുന്നത് ഈ സക്സസീവ് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള ABCD എന്നുള്ള ഓർഡറിലാണ്. ഇനി നമ്പേഴ്സ് ഓർത്ത് വെച്ചിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിക്കുന്നത്, ഇത്തരം പ്രോസസ്സിംഗ് ഒക്കെ തന്നെ സക്സസീവ് പ്രോസസ്സിങ്ങിന് എക്സാമ്പിളാണ്. ഇത്തരം ഒരു സക്സസീവ് നേച്ചറിൽ, സീരിയൽ നേച്ചറിൽ ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ലേണിംഗ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗിൽ നമ്മൾ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ലേണിംഗ് പഠിച്ചപ്പോൾ അവിടെ വെർബൽ ലേണിങ്ങിനെ കുറിച്ചും അവിടെ സീരിയൽ ലേണിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിച്ച് അതിൻ്റെ അടുത്ത കാര്യം പിന്നത്തെ പഠിച്ച് അതിന് തുടർച്ചയായിട്ട് പിന്നത്തെ പഠിച്ച് അങ്ങനെ പോകുന്ന നേച്ചറാണ് സീരിയൽ ലേണിംഗ് എന്ന് പറയുന്നത്. ആദ്യ 2 ഫംഗ്ഷൻ യൂണിറ്റുകളായുള്ള അറൗസൽ, അറ്റൻഷനെ കുറിച്ചും പ്രോസസ്സിങ്ങിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മളിനി ചർച്ച ചെയ്യുന്നത് പ്ലാനിംഗ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. അതായത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ യൂണിറ്റായുള്ള പ്ലാനിങ്ങിനെ കുറിച്ചാണ്. അതിന് പ്ലാനിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിനിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ യൂണിറ്റ്സ് ഉണ്ടെന്നാണ് അവർ അതിൽ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. പ്ലാനിങ് എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ തിയറികളിലൊക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ കഴിഞ്ഞ തിയറികളിലൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് റോബർട്ട് സ്റ്റേൺബർഗിന്റെ തിയറി പ്രത്യേകിച്ച്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയും റോബർട്ട് സ്റ്റേൺബർഗിന്റെ തിയറി പ്രത്യേകിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഡിഫറെന്റ് കോമ്പണൻഷ്യൽ ഇന്റലിജൻസിന്റെ 3 കോമ്പണൻസുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. 3ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഒരു ആദ്യത്തെ കോമ്പണന്റ് ആയിട്ടുള്ള കോമ്പണൻഷ്യൽ ഇന്റലിജൻസിനെ 3ആയിട്ട് സബ് കോമ്പണൻസ് ആയി ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. ഒന്നാമത്തെ നോളജ് അക്വിസിഷൻ കോമ്പണന്റ്, രണ്ടാമത്തത് മെറ്റാ കോമ്പണൻസ്. മെറ്റാ കോമ്പണൻസ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. അതായത് കിട്ടുന്ന ഇൻഫർമേഷനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ആശയം. അതിന്റെ ഭാഗമായിട്ട് ബിഹേവിയർ എക്സിക്യൂട്ട് ചെയ്യുന്ന പെർഫോമൻസ് കോമ്പണൻസിനെ കുറിച്ചും അവിടെ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ കഴിഞ്ഞ നേരത്തെ പഠിച്ച തിയറികളിലൊക്കെ തന്നെ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസിനെ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണെന്ന് പറയുന്നത്, ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഈ തിയറിയിൽ പറയുന്ന ഈ തിയറിയുടെ ഒരു ഓറിയന്റേഷനിൽ നോക്കുകയാണെങ്കിൽ ഈ തിയറിയിൽ നമ്മൾ ആദ്യത്തെ പ്രോസസ് എന്താ പറഞ്ഞത്? അറൗസൽ, അറ്റൻഷന് ഗൈഡ് ചെയ്യുന്ന അറൗസൽ പ്രോസസ്, അറൗസലും അറ്റൻഷനും അടങ്ങുന്ന പ്രോസസ്സ്. രണ്ടാമത്തത് അത് എന്തിനു കാരണമാകുന്നു? അറ്റൻഷൻ ഒരു കാര്യത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ആ വസ്തുക്കളെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നു, അതിനെ പ്രോസസ്സിങ്ങിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു. പ്രോസസ്സിംഗ് 2 തരത്തിലുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിന്റെ ഫംഗ്ഷൻ യൂണിറ്റ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. സൈമിൾട്ടേനിയസ്, സക്സസീവ്. ഇങ്ങനെ പ്രോസസ്സിംഗ് നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ട്രിഗേഴ്സ് പ്ലാനിങ്, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ്സ് പ്ലാനിങ്. അത് പ്ലാനിങ്ങിനെ എന്ത് ചെയ്യപ്പെടുന്നു? ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തിങ്ക് ഓഫ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇനി എന്ത് ചെയ്യണമെന്ന്, ഇനി എന്താണ് കോഴ്സ് ഓഫ് ആക്ഷൻ, എന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താനായിട്ട് ഈ പറയുന്ന പ്രോസസ്സ്, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് കൂടി തീരുമാനിക്കുന്നത് എന്തിന്റെ ഭാഗമാണ്? പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഇനി ഇതിന്റെ ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്യുന്നതും പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 3 കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ പ്രധാനപ്പെട്ടതായിട്ട് ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. ഒന്ന്, എന്താണ് ഇനി അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് തീരുമാനിക്കുന്നു. 2, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം തീരുമാനിക്കുന്നു, എങ്ങനെയാണ് ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ ഗോളിലേക്ക് എത്താം, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. 3ാമതായിട്ട് ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇതിന്റെ കോഴ്സ് ഓഫ് ആക്ഷനിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ വരുത്തുന്നതും ഒക്കെ തന്നെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ പ്ലാൻ ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു? പ്ലാൻ ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്ലാനിങ് നടക്കണം, അല്ലേ? അതും പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്ലാനിങ് നടത്തി പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ തീരുമാനിച്ചു, അത് ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് എന്ത് ചെയ്തില്ല, വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യുന്നു? അടുത്ത പ്ലാനിങ് തന്നെയാണ് വീണ്ടും നടക്കുന്നത്. എന്ത് ചെയ്യുന്നു? അത് മോഡിഫൈ ചെയ്യുന്നു. നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ആ പ്രോസസ്സുകൾ എന്ത് ചെയ്യപ്പെടുന്നു? നമ്മൾ ചെയ്തുള്ള പ്രോസസ്സുകൾ മോഡിഫൈ ചെയ്തുകൊണ്ട് ടാർഗറ്റിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ പോകാം നമുക്ക്. ഒരു ക്ലാസ് ടീച്ചർ നമ്മളോട് ഒരു ടെസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അറൗസൽ, അറ്റൻഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മളത് പറയേണ്ടായി. എന്താ പറഞ്ഞത്? അറൗസൽ, അറ്റൻഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അറൗസൽ ഉണ്ടാക്കുന്നു, നമ്മളുടെ അറ്റൻഷൻ ആ ടെസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? പ്രോസസ്സിംഗ് നടത്തുന്നു. ഓക്കെ, ഇവരുടെ സ്റ്റേജിന്റെ 2ാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യപ്പെടുന്നു? പ്രോസസ്സിംഗ് നടത്തുന്നു. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റിൽ വരാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു? സൈമിൾട്ടേനിയസ്, സക്സസീവായി പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില
പ്ലാനുകൾ രൂപപ്പെടുത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പറയുന്നത്. ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാനിങ് നടത്തുന്നു. എന്തുണ്ടാക്കുന്നു? ടൈം ഷെഡ്യൂൾ, ചിലപ്പോൾ ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യും. പഠിക്കാൻ വേണ്ടിയുള്ള സമയം നമ്മൾ കണ്ടെത്തും. ഒപ്പം ഇനി ഏതെങ്കിലും ഭാഗം വായിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, ഇനി പഠിച്ച കാര്യങ്ങൾ ഓർമ്മ പുതുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിക്കുക, ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്ലാരിഫിക്കേഷൻ നമ്മൾ വരുത്തുന്നു. ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത് ചിലപ്പോൾ എങ്ങനെയായിരിക്കാം? കൂടുതൽ സമയം എടുത്തുകൊണ്ടായിരിക്കാം, പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുത്തുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടോ ടീച്ചറോട് ചോദിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് പഠിച്ചുകൊണ്ടായിരിക്കാം. ഒക്കെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? അതിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഭാഗങ്ങൾ കൂടുതൽ ക്ലാരിറ്റി വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് ജെ പി ദാസും കൂട്ടുകാരും ചേർന്ന്, അല്ലെങ്കിൽ ജെ പി ദാസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന് നമ്മളോട് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ തിയറിയുടെ പേരാണ് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. തിയറിയിൽ അവർ 3 ഫങ്ഷണൽ യൂണിറ്റാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്? 1, അറൗസലിനെയും അറ്റൻഷനെയും തീരുമാനിക്കുന്ന ബ്രെയിനിലുള്ള ഫങ്ഷണൽ യൂണിറ്റുകൾ, ഫങ്ഷണൽ സെന്റേഴ്സ്. 2, പ്ലാനിങ്ങിനെ തീരുമാനിക്കുന്ന, പ്രോസസ്സിങ്ങിനെ തീരുമാനിക്കുന്ന, സൈമിൾട്ടേനിയസും സക്സസീവുമായിട്ടുള്ള പ്രോസസ്സിങ്ങിനെ തീരുമാനിക്കുന്ന ബ്രെയിനിലുള്ള ഫങ്ഷണൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫങ്ഷണൽ സെന്റേഴ്സ്. 3ാമത് പ്ലാനിങ്ങിനെ തീരുമാനിക്കുന്ന, നമ്മൾ ബ്രെയിനെ കുറിച്ച് പഠിച്ച പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്രോണ്ടൽ ലോബാണ് ഇതിനെ തീരുമാനിക്കുന്നത്. പ്ലാനിങ്ങിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പ്ലാനിങ്ങിനെ തീരുമാനിക്കുന്ന ഫങ്ഷണൽ യൂണിറ്റുകൾ, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. ഈ ഒരു മോഡലിന്റെ പേരാണ് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റ് ആസ്പെക്ട്സ് നമുക്കൊന്ന് നോക്കാം. തിയറി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തിയറിയിൽ പാസ് മോഡൽ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്പറേറ്റ്സ് ഓൺ എ നോളജ് ബേസ് ഡെവലപ്ഡ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു നോളജ് ബേസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ ഈ നോളജ് ബേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്തിട്ടുള്ള ബേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നേടിയിട്ടുള്ള ബേസ് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ഒപ്പം തന്നെ നമ്മൾ ഒരു അറൗസൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? സൈമിൾട്ടേനിയസ് സക്സസീവ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടത്തുന്നു. ഈ പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നോളജ് ബേസ് എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ നോളജ് ബേസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് പാസ് മോഡൽ ഓഫ് പ്രോസസ്സ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നോളജ് ബേസിലാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഈ നോളജ് ബേസ് രൂപപ്പെടുന്നത് 2 തരത്തിലാണ്. ഒന്ന് ഫോർമലി രൂപപ്പെടാം, ഇൻഫോർമലി രൂപപ്പെടാം. ഓക്കെ, എന്താണ് ഫോർമലി എന്ന് പറയുമ്പോൾ? നമ്മൾ റീഡിംഗ് ആവാം, റൈറ്റിംഗ് ആവാം, എക്സ്പെരിമെന്റേഷനിലാവാം. ഫോർമലി രൂപപ്പെടുന്ന രൂപങ്ങൾ. അതായത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മുടെ നോളജ് ബേസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഫോർമലിയാണ്. അതായത് ചിലപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വായിച്ച് അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നതിലൂടെയൊക്കെ ആയിരിക്കാം ഫോർമലി നോളജ് ബേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. ഇൻഫോർമലി നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ കുറേ അധികം കാര്യങ്ങൾ നോളജ് ബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ രൂപപ്പെടുന്ന നോളജ് ബേസിലാണ് പാസ് മോഡൽ പ്രോസസ്സ് നടക്കുന്നത്. ഇന്റലിജൻസിന്റെ പാസ് പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കുന്നത് ഈ നോളജ് ബേസിലാണ്. രണ്ടാമത്തെ കാര്യം പാസ് മോഡലായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഇങ്ങനെ മൂന്ന് സിസ്റ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. 3 പ്രധാനപ്പെട്ട 3 ഫങ്ഷണൽ യൂണിറ്റുകൾ ബ്രെയിനിലുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 3 ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നതോടൊപ്പം തന്നെ ഇത് ഇന്ററാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ 3 ഫങ്ഷണൽ പ്രോസസ്സുകൾ പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യപ്പെടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫങ്ഷണൽ പ്രോസസ്സ് ഇന്ററാക്ട് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ഈ 3 പ്രോസസ്സുകളും വളരെ ഡൈനാമിക് ആണ്. ഓക്കെ, ഡൈനാമിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡൈനാമിയെ പോലെ എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ട് എപ്പോഴും ചലനാത്മകമായിട്ട് നിൽക്കുന്ന ഡൈനാമിക് ആയിട്ട് നിൽക്കുന്ന 3 ഫങ്ഷണൽ യൂണിറ്റുകളെ കുറിച്ചാണ് ദാസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മുമ്പോട്ട് വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ 3 കാര്യങ്ങൾക്കും അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒപ്പം ചെയ്യാനുണ്ട്. ഇത് ഇന്ററാക്ട് ചെയ്യപ്പെടുന്ന പറയുന്നതോടൊപ്പം തന്നെ ഈ 3 ഫങ്ഷണൽ യൂണിറ്റിനും അതിൻ്റെതായുള്ള ഫങ്ഷണൽ പ്രോസസ്സുകൾ
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ചെയ്യാനുണ്ട്. അത് ഡിസ്റ്റിങ്റ്റീവ് ആയുള്ള ഫങ്ഷൻസ് ആണ് അവർ ചെയ്യാനുള്ളത്. ചില യൂണിറ്റുകൾക്ക് അറ്റൻഷൻ അല്ലെങ്കിൽ അറൗസ്ഡ് ആക്കുമ്പോൾ അറ്റൻഷൻ കേന്ദ്രീകരിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ മറ്റു യൂണിറ്റുകൾക്ക് പ്രോസസ്സിങ്ങിലാണ് പ്രധാനപ്പെട്ട സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് ആസ്പെക്റ്റിലാണ് മറ്റു യൂണിറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ മറ്റു യൂണിറ്റുകൾ ഫ്രോണ്ടൽ ലോബിലൊക്കെ ഉള്ള ലോബുകളുള്ള മറ്റു യൂണിറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലായിരിക്കും? പ്ലാനിങ് സൈഡിലാണ്. ഇങ്ങനെ മൂന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് മൂന്നും എന്ത് ചെയ്യുന്നു? ഡൈനാമിക് ആയിട്ട് പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രോസസ്സ്, ഈ പറയുന്ന നമ്മുടെ ഇന്റലക്ച്വൽ പ്രോസസ്സ്, ഇന്റലക്ച്വൽ ബിഹേവിയർ നടക്കുന്നു എന്നുള്ളതാണ് ഈ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് JP ദാസും ജാക്ക് നെഗ്ലിയരും ഈ രണ്ടുപേര് ചേർന്ന് ഇതിന്റെ ഒരു അസസ്മെന്റ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു അസസ്മെന്റ് സിസ്റ്റം. അതിനകത്ത് അവർ പറയുന്ന ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ആയിട്ടാണ് അവരത് രൂപപ്പെടുത്തുന്നത്. ബാറ്ററി ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് കുറേ അധികം ടെസ്റ്റുകളുടെ ഒരു കൂട്ടത്തിനെയാണെന്ന് പറഞ്ഞത്, ഒരു ബാറ്ററി എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. DAT നിങ്ങൾ ഇനി പഠിക്കും, ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന ചാപ്റ്റർ തന്നെ പഠിക്കും. DAT അതൊരു എക്സാമ്പിളാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ബാറ്ററി എന്ന പേരിൽ അറിയപ്പെടുന്ന ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ഒരു ബാറ്ററി രൂപത്തിലുള്ളതാണ്. ബാറ്ററി രൂപം എന്ന് പറയുന്നത് കുറേ അധികം ടെസ്റ്റുകൾ ഒരുമിച്ച് ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇന്റലിജൻസ് മെഷർ ചെയ്യാനായിട്ട് ഒരു കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം എന്ന പേരിൽ ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റുകൾ ഇവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പേര് ഇതാണ് CAS എന്ന പേരിൽ നമുക്ക് അതിന്റെ ഷോർട്ട് ഫോമിൽ പറയാം, കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം. കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഇത് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഏജ് റേഞ്ചിൽ ഉള്ള ആളുകളുടെ ഇൻഡിവിജ്വൽസിന്റെ ഇന്റലിജൻസ് മെഷർ ചെയ്യാവുന്ന ഒരു ടെസ്റ്റിംഗ് പ്രോട്ടോകോളാണ്. ഇതിൽ 2 രീതിയിലുള്ള ടാസ്കുകളും ഉണ്ട്. വെർബൽ ടെസ്റ്റുകളും ഉണ്ട്, നോൺ വെർബൽ ടെസ്റ്റുകളും അടങ്ങിയിട്ടുണ്ട്. വെർബൽ ടെസ്റ്റുകളും നോൺ വെർബൽ ടെസ്റ്റുകളും. അപ്പോൾ ടെസ്റ്റുകൾ നമ്മൾ പൊതുവെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ചിലത് വെർബൽ ടെസ്റ്റിലാണ്, നമ്മൾ ഭാഷ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് എഴുത്തിയോ സ്പോക്കൺ രീതിയിലോ അല്ലെങ്കിൽ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ടെസ്റ്റുകളാണ് വെർബൽ ടെസ്റ്റുകൾ. എന്നാൽ ഭാഷ ഉപയോഗിക്കാതെ തന്നെ ഏത് കൾച്ചറും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുള്ള റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് എന്ന് പറയുന്നത് അവിടെ ഭാഷ ഇല്ലെങ്കിലും ഭാഷ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാഷയുടെ ലിമിറ്റേഷൻസ് ആ ടെസ്റ്റിന്റെ റിസൾട്ടിനെ ബാധിക്കാറില്ല. അത്തരം ടെസ്റ്റുകൾ നോൺ വെർബൽ ടെസ്റ്റുകൾ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ 2 രീതിയിലുള്ള ടെസ്റ്റുകളും ഈ കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റത്തിൽ ഇവർ ദാസും അതുപോലെ തന്നെ നഗ്ലിയറിയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റത്തിൽ ഈ 2 തരം ഐറ്റംസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് മെഷർ ചെയ്യുന്നത് ബേസിക് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ആണ് ഇവർ മെഷർ ചെയ്യപ്പെടുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ ബേസിക് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനെയാണ് ഇവർ മെഷർ ചെയ്യുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഇത് സ്കൂളിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല. അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ പെർഫോമൻസും സ്കൂളിലെ ടാസ്കുകളും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ടാസ്കുകളല്ല ഇവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനെ മെഷർ ചെയ്യുന്ന ഒരു കൂട്ടം ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബാറ്ററി ഓഫ് ടെസ്റ്റ് ആയിട്ടാണ് കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം ഇവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പല രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. സൈക്കോളജിയിൽ യൂസ് ടു റെമഡി കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ലേണിംഗ് പ്രോബ്ലംസ്. ഈ അസസ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ഉള്ള ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളിലൊക്കെ റെമഡിയൽ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് അവരിലേക്ക് കൊടുക്കാനായിട്ട് കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് ഉള്ള കോഗ്നിറ്റീവായുള്ള ബുദ്ധിപരമായുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളിലും ഒപ്പം ലേണിംഗ് പ്രോബ്ലംസ് ഉള്ള പഠനപരമായുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളിലും ഒക്കെ തന്നെ റെമഡിയൽ പ്രോഗ്രാംസ് കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയറിയിൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ചിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് പാസ് മോഡൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് അപ്പോൾ ഇന്റലിജൻസിന്റെ തിയറീസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ 5, 3, 8 തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, 2 ഗ്രൂപ്പുകളിലായിട്ട്, 2 അപ്രോച്ചുകളിലായിട്ട്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് സൈക്കോമെട്രിക് അപ്രോച്ചും, രണ്ടാമത്തത് കോഗ്നിറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്തത് JP ദാസും ജാക്ക് നെഗ്ലിയറിയും കിർബിയും ചേർന്ന് 1994 ലാബറേറ്റ് ചെയ്തിട്ടുള്ള അതിന് മുമ്പ് 1975 അവതരിപ്പിച്ച തിയറി ആണെങ്കിലും 1994 ലാബറേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിങ്, അറ്റൻഷൻ ആൻഡ് സൈമിൾട്ടേനിയസ് ആൻഡ് സക്സസീവ് മോഡൽ ഓഫ് ഇന്റലിജൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. 3 പ്രോസസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഇന്റലിജൻസിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ 3 ഫങ്ഷണൽ സിസ്റ്റത്തിനെ കുറിച്ച് മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അവർ തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. ദോസ് ഫങ്ഷണൽ സിസ്റ്റംസ് റെസ്പോൺസിബിൾ ഫോർ അറൗസൽ ഓർ അറ്റൻഷൻ, പ്രോസസ്സിംഗ്, സൈമിൾട്ടേനിയസ് ഓർ സക്സസീവ് പ്രോസസ്സിംഗ്,
ആൻഡ് പ്ലാനിങ്. ഈ 3 ഫങ്ഷണൽ യൂണിറ്റുകളിൽ ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള തിയറിയാണ്. അത് ഓരോന്നും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ക്ലാസ് കേൾക്കുന്നതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും അറിയിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട്, ഈ ചാപ്റ്ററിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.